ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആര് സ്വന്തമാക്കും? ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത്. കാരണം ഇത്തവണ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പവർ റാങ്കിങ്ങിൽ പലപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. ഏതായാലും പ്രമുഖ സൗത്ത് അമേരിക്കൻ മാധ്യമമായ TNT സ്പോർട്സ് ഇപ്പോൾ തങ്ങളുടെ ആ ഒരു പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടിമുടി മാറ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് വീറ്റീഞ്ഞയാണ്. PSG പോർച്ചുഗീസ് താരമാണ് വീറ്റീഞ്ഞ. PSG-ക്കൊപ്പവും അതുപോലെ തന്നെ പോർച്ചുഗലിനൊപ്പവും മികച്ച പ്രകടനം വീറ്റീഞ്ഞ പുറത്തെടുത്തിരുന്നു. മാത്രമല്ല അദ്ദേഹം യുവേഫ നാഷൻസ് ലീഗ് കിരീടം നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ വീറ്റീഞ്ഞ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് മറ്റൊരു PSG താരമായ ഡെംബെലയാണ് വരുന്നത്. മികച്ച പ്രകടനമാണ് ഡെംബെലെ ഈ സീസണിൽ പുറത്തെടുത്തിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ ലാമിൻ യമാൽ വരുന്നു. മികച്ച പ്രകടനമാണ് ബാഴ്സയ്ക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും യമാൽ പുറത്തെടുത്തിട്ടുള്ളത്. നാലാം സ്ഥാനത്താണ് റഫീഞ്ഞ വരുന്നത്. ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്നു. അഞ്ചാം സ്ഥാനത്ത് നുനോ മെൻഡസ്, ആറാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമി. ഈ രണ്ട് താരങ്ങളും PSG താരങ്ങളാണ്. ഏഴാം സ്ഥാനത്ത് മുഹമ്മദ് സലാ വരുന്നു. ലിവർപൂളിന് വേണ്ടി ഈ സീസണിൽ മികച്ച പ്രകടനമാണ് സലാ നടത്തിയിട്ടുള്ളത്. എട്ടാം സ്ഥാനത്ത് ഡൊണ്ണാരുമ വരുന്നു, PSG ഗോൾ കീപ്പറാണ്. ഒൻപതാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. റയലിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗോൾഡൻ ബൂട്ടും പിച്ചിച്ചി ട്രോഫിയും കിലിയൻ എംബപ്പെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പത്താം സ്ഥാനത്ത് കീച്ച കോരഷ്കേലിയെ വരുന്നു. അദ്ദേഹം നാപ്പോളിക്ക് വേണ്ടിയും PSG വേണ്ടിയും ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയാണ് ഈ ഒരു പവർ റാങ്കിങ് വരുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വീറ്റീഞ്ഞക്കാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.